ഇതൊരു മോർണിംഗ് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. മോർണിംഗ് റൂട്ടീനായിട്ടൊന്നും ചെയ്യുന്നില്ല, ബട്ട് ജസ്റ്റ് റൊമാൻറ്റിസൈസിങ് ദിസ് മോർണിംഗ്. ഞാൻ ഓൾറെഡി എൻ്റെ പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട്, ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഇന്ന് ഞാൻ 5:30 ആയപ്പം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആൻഡ് രാവിലെ തന്നെ ആ ഒരു സൺറൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി. ഇവിടുന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് സൺറൈസ് ഒന്നും കാണില്ല, പക്ഷേ ഇങ്ങനെ ആ ഒരു സ്കൈ ഒക്കെ പേർപ്പിൾ ഷെയ്ഡിലാവുന്നതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളി ഫീലാണ്. പിന്നെ ബേർഡ്സൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. അപ്പം മൊത്തത്തിലൊരു ശാന്തമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ഡേനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ലൈക്ക് ആ ഒരു ഡേ നമുക്കൊരുപാട് ടൈം ഉള്ളതുപോലെ ഫീൽ ചെയ്യും, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടും ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു ചെറിയ സൺറൈസൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ സ്റ്റഡീസിലേക്കാണ് കടന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൈൻഡിൽ നിൽക്കുന്ന ഇവിടെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം പഠിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഞാൻ യൂഷ്വലി അങ്ങനെ മെഡിറ്റേഷൻ ഒന്നും ചെയ്യലില്ല. പക്ഷേ അധിക ദിവസങ്ങളിലും ഇനിയിപ്പോൾ രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റെങ്കിലും ഈവനിങ് ടൈം ആണെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ് ജസ്റ്റ് സ്പോട്ടിഫൈ പ്ലേലിസ്റ്റ് ഓൺ ആക്കിയിട്ട് ഏതെങ്കിലും റിലാക്സിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് എയർപോഡ്സും വെച്ചിട്ട് ജസ്റ്റ് റോമിങ് അറൗണ്ട് ദിസ് ടെറസ്. പണ്ട് ഞാൻ അഹാന കൃഷ്ണയുടെ വ്ളോഗിൽ കണ്ടിട്ടുള്ളതാണ്. ആളിങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇതുപോലെ പാട്ടൊക്കെ കേട്ടിട്ട് ജസ്റ്റ് ഡീപ്പ് ബ്രെത്തൊക്കെ എടുത്തതിന് ശേഷം ഈ നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ലൈഫിൽ ഭയങ്കര റിലീഫ് തന്നിട്ടുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്കും സത്യം പറഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നൊരു റിലീഫ് തരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ടൊരു മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യാറുണ്ട്. അഹാന കൃഷ്ണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ വീട്ടിലും ഇഷ്ടം പോലെ റംബൂട്ടാനുണ്ട്. പക്ഷേ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് റംബൂട്ടാൻ. ഞാൻ ഇതുവരെ ഉണ്ടായതിന് ശേഷം 1-2 എണ്ണം ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ. എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. പക്ഷേ ഞാൻ മറ്റുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. കിച്ചണിലേക്ക് ചെന്നപ്പം അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും സൈഡായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ ഒരു ടൈമിലൊന്നും ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ഭയങ്കര ലേറ്റായിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പം ഇപ്പോഴത്തേന് തൽക്കാലം ഒരു ചായ മതിയെന്ന് തോന്നിയുകൊണ്ട് ഞാനൊന്ന് ചായ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ടി വി കാണുക എന്നുള്ളത് എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഒരു ഹാബിറ്റാണ്. ഐ നോ ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്, പക്ഷേ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നതിനെക്കാട്ടിയും എത്രയോ ബെറ്ററാണിതെന്ന് എനിക്ക് തോന്നാറുണ്ട്.
ജസ്റ്റ് ഇങ്ങനെ കൊലായിലേക്ക് വന്ന് നോക്കിയ സമയത്ത് അച്ഛൻ ഇതുപോലെ കുറേ റംബൂട്ടാൻ ഒടിച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെക്കാട്ടും കൂടുതൽ മറ്റുള്ളവർക്കാണ് നമ്മൾ ഈ റംബൂട്ടാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് പറിച്ച് വെച്ചിട്ടുള്ളതാണത്. എനിക്ക് കുക്കിങ്ങിനെക്കാട്ടിലും കൂടുതൽ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം. സോ ഞാൻ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്നതിന് പകരം രാവിലെ തന്നെ ഇതുപോലെ അടിച്ച് വാരുക, തുടയ്ക്കുക, സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെയാണ് ഏർപ്പെടാറുള്ളത്. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതുപോലൊരു ചെറിയൊരു അംഗനവാടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വരാനാവുന്ന ടൈം ആവുന്നേ ഉള്ളൂ. ഈ കുട്ടികൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളവും അവർ കളിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ ആയിരിക്കും. ആകെ അന്തരീക്ഷം മൊത്തത്തിൽ അങ്ങ് മാറാൻ തുടങ്ങും. ആൻഡ് അതിനുശേഷം കുറച്ച് ടൈം ഞാൻ എൻ്റെ ബേബി നീസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. മിലു എന്നാണ് ആളെ വിളിക്കാറുള്ളത്. പല വീഡിയോകളിലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. അപ്പം ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.